1945 ഡിസംബറിൽ തെളിഞ്ഞ ഒരു ഉച്ചതിരിഞ്ഞ സമയത്ത് ഫ്ലൈറ്റ് 19 എന്നറിയപ്പെടുന്ന 5 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവിക ബോംബർ വിമാനങ്ങൾ ഫ്ലോറിഡയിലെ തങ്ങളുടെ താവളത്തിൽ നിന്ന് പറന്നുയർന്നു. അതൊരു പതിവ് പരിശീലന പറക്കലായിരുന്നു. വെറും 3 മണിക്കൂർ മാത്രം നീളുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെയുള്ള ഒരു ലളിതമായ യാത്ര. പൈലറ്റുമാർക്ക് നല്ല പരിചയ സമ്പത്തുണ്ടായിരുന്നു. വിമാനങ്ങൾ കരുത്തുറ്റവയായിരുന്നു. കാലാവസ്ഥ ശാന്തമായിരുന്നു. അവർ പറന്നത് അധികം താമസിയാതെ കുപ്രസിദ്ധമായ ഒരു സമുദ്രഭാഗത്തിന് മുകളിലൂടെയാണ്. മണിക്കൂറുകൾ കടന്നുപോയപ്പോൾ അസാധാരണമായ എന്തോ ഒന്ന് സംഭവിക്കാൻ തുടങ്ങി. ആകാശം തെളിഞ്ഞതായിരുന്നു. എങ്കിലും താഴെയുള്ള ലോകം ഈ പരിചയസമ്പന്നരായ വൈമാനികരുമായി വിചിത്രമായ കളികൾ കളിക്കുന്നത് പോലെ തോന്നി. ഏറ്റവും വിശ്വസനീയമായ ഉപകരണങ്ങളായ അവരുടെ കോമ്പസുകൾ കറങ്ങാൻ തുടങ്ങി. അവരെ വഞ്ചിച്ചു. പ്രധാന പൈലറ്റിന്റെ ശബ്ദം റേഡിയോയിലൂടെ വിറച്ചു. പരിഭ്രാന്തി ആയിരുന്നില്ല അതിലുണ്ടായിരുന്നത്, മറിച്ച് ആഴമേറിയതും അസ്വസ്ഥമാക്കുന്നതുമായ ആശയക്കുഴപ്പമായിരുന്നു. ഞങ്ങൾ വെളുത്ത വെള്ളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നും ശരിയായി തോന്നുന്നില്ല, അദ്ദേഹം പറഞ്ഞു. അവർക്ക് വഴിതെറ്റിയെന്നും ഫ്ലോറിഡ തീരം കാഴ്ചയിൽ ഉണ്ടായിരുന്നിട്ടും കര കാണാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ടവറിലെ ഓപ്പറേറ്റർമാർ നിസ്സഹായരായി കേട്ടിരുന്നു. കാരണം അവരുടെ ശബ്ദം നേർത്തു വന്നു. പൈലറ്റുമാർക്ക് വഴി തെറ്റിയതുപോലെ തോന്നി. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വേർതിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. ദിശയുടെയും സ്ഥലത്തിൻ്റെയും അടിസ്ഥാന നിയമങ്ങൾ അവർ ജീവിച്ചിരുന്ന ലോകത്ത് നിന്ന് അസാധാരണമായി മായ്ച്ചു കളഞ്ഞതുപോലെയായിരുന്നു. അപ്പോൾ ഇത്രയും നിഗൂഢത നിറഞ്ഞ ഈ സ്ഥലം എവിടെയാണ്? ബെർമുഡ ട്രയാങ്കിൾ ഒരു ഔദ്യോഗിക ലോക ഭൂപടത്തിലും കാണാൻ കഴിയില്ല. ഒരു സർക്കാരോ നാവികസേനാ വിഭാഗമോ അതിൻ്റെ അതിരുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് കഥകളിൽ നിന്ന് പിറവിയെടുത്തതും ദുരന്തങ്ങളാൽ നിർവചിക്കപ്പെട്ടതുമായ ഭാവനയുടെ ഒരു പ്രദേശമാണ്. വിശാലമായി പറഞ്ഞാൽ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു വലിയ ത്രികോണാകൃതിയിലുള്ള പ്രദേശമാണിത്. മിയാമി, ഫ്ലോറിഡ, ബെർമുഡ, സാൻജുവാൻ, പ്യൂട്ടോറിക്കോ എന്നിവയാണ് ഇതിൻ്റെ കോണുകൾ. ഭൂപടത്തിൽ ഈ 3 സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചാൽ ഏകദേശം 5 ലക്ഷം ചതുരശ്ര മൈലിൽ അടുത്തു വരുന്ന ഒരു വലിയ പ്രദേശം ഇതിനുള്ളിലായി വരുന്നു. എന്നാൽ ഈ സ്ഥലത്തിൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയല്ല ഉള്ളത്. ഇത് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിൽ ഒന്നാണ്. എല്ലാ ദിവസവും ക്രൂയിസ് കപ്പലുകളും ചരക്ക് കപ്പലുകളും സ്വകാര്യ ബോട്ടുകളും ഇതുവഴി യാത്ര ചെയ്യുന്നു. ആകാശവും അതുപോലെ തന്നെ തിരക്കേറിയതാണ്. വടക്കേ അമേരിക്കയെ യൂറോപ്പിനെയും കരീബിയൻ ദ്വീപുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വാണിജ്യ വിമാനങ്ങളും സ്വകാര്യ വിമാനങ്ങളും പറക്കുന്നു. ഈ യാത്രകളിൽ ബഹുഭൂരിപക്ഷവും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്തതാണ്. സൂര്യൻ പ്രകാശിക്കുന്നു, കടൽ ശാന്തമായിരിക്കുന്നു. താഴെ കിടക്കുന്ന കെട്ടുകഥകളെക്കുറിച്ച് രണ്ടാമതൊന്നും ചിന്തിക്കാതെ യാത്രക്കാർ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തുന്നു. വലിയ പ്രകൃതി സൗന്ദര്യവും തിരക്കേറിയ മനുഷ്യപ്രവർത്തനവും ഉള്ള ഒരു സ്ഥലമാണിത്. ഈ ത്രികോണത്തിനുള്ളിലെ സമുദ്രത്തിന്റെ അടിഭാഗം കരയിലെ ഏതൊരു ഭൂപ്രകൃതിയെയും പോലെ നാടകീയവും വൈവിധ്യമാർന്നതുമാണ്. പ്യൂട്ടോറിക്കോ ട്രെഞ്ച് ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ചില അന്തർവാഹിനി കിടങ്ങുകളും ഇതിൽപ്പെടുന്നു. ഫ്ലൈറ്റ് 19ന്റെ കഥ ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ്. പക്ഷേ അത് ഏക സംഭവം മാത്രമായിരുന്നില്ല. ബെർമുഡ ട്രയാങ്കിളിന്റെ ചരിത്രത്തിൽ ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കുകയും പിന്നീട് ഒരു വിവരവുമില്ലാതിരിക്കുകയും ചെയ്ത കപ്പലുകളുടെയും വിമാനങ്ങളുടെയും കഥകൾ നിറഞ്ഞിരിക്കുന്നു. ഏറ്റവും ആദ്യത്തെയും വലിയതുമായ നഷ്ടങ്ങളിലൊന്ന് USS സൈക്ലോപ്സ് ആയിരുന്നു. ഒരു വലിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവിക കൽക്കരി കപ്പലായിരുന്നു ഇത്. 1918 മാർച്ചിൽ 1ാം ലോക മഹായുദ്ധത്തിന്റെ ഉച്ചസ്ഥായി. സൈക്ലോപ്സിന് 540 അടിയിൽ കൂടുതൽ നീളമുണ്ടായിരുന്നു. 300-ലധികം ജീവനക്കാരും യാത്രക്കാരും അതിലുണ്ടായിരുന്നു. അത് ബാർബഡോസിൽ നിന്ന് ബാൾട്ടിമോറിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് ഒരിക്കലും എത്തിച്ചേർന്നില്ല. USS സൈക്ലോപ്സ് ഒരു ദുരിത സൂചനയും അയച്ചില്ല. അതിന് വയർലെസ് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു SOS പോലും ലഭിച്ചില്ല. കടൽപാതകളിലെ വ്യാപകമായ തിരച്ചിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു. അവശിഷ്ടങ്ങളോ ലൈഫ് ബോട്ടുകളോ ഒരു ചെറിയ കഷ്ണം പോലും ഒഴുകി നടക്കുന്നതായി കണ്ടെത്തിയില്ല. ഭീമാകാരമായ ആ കപ്പലും അതിലെ എല്ലാ മനുഷ്യരും സമുദ്രോപരിതലത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടതുപോലെയായിരുന്നു അത്. പ്രസിഡന്റ് വുഡ്രോ വിൽസൺ അഭിപ്രായപ്പെട്ടത് ആ വലിയ കപ്പലിന് എന്ത് സംഭവിച്ചുവെന്ന് ദൈവത്തിനും കടലിനും മാത്രമേ അറിയൂ എന്നാണ്. നേരിട്ടുള്ള പോരാട്ടവുമായി ബന്ധമില്ലാത്ത യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീവൻ നഷ്ടപ്പെട്ട സംഭവമായി ഇത് തുടരുന്നു. ദശാബ്ദങ്ങൾക്ക് ശേഷം 1948-ലും 1949-ലും 2 ബ്രിട്ടീഷ് സൗത്ത് അമേരിക്കൻ എയർവേസ് വിമാനങ്ങൾ ഇതേ പ്രദേശത്ത് വെച്ച് അപ്രത്യക്ഷമായി. ആദ്യത്തേതായ സ്റ്റാർ ടൈഗർ ബെർമുഡയിലേക്ക് അടുക്കുമ്പോൾ 31 ആളുകളോടൊപ്പം കാണാതായി. 1 വർഷത്തിന് ശേഷം അതിൻ്റെ സഹോദര വിമാനമായ സ്റ്റാർ ഏരിയൽ ബെർമുഡയ്ക്കും ജമൈക്കയ്ക്കും ഇടയിൽ 20 ആളുകളോടൊപ്പം അപ്രത്യക്ഷമായി. 2 കേസുകളിലും കാലാവസ്ഥ മികച്ചതായിരുന്നു. അവസാനത്തെ റേഡിയോ സന്ദേശങ്ങൾ തികച്ചും സാധാരണമായിരുന്നു. പൈലറ്റുമാർക്ക് യാതൊരു പ്രശ്നത്തിൻ്റെയും സൂചന നൽകിയില്ല. സൈക്ലോപ്സിനും ഫ്ലൈറ്റ് 19നും സംഭവിച്ചതുപോലെ അവയും വെറുതെ ഇല്ലാതെയായി. അമ്പരപ്പിക്കുന്ന ശൂന്യതയും ത്രികോണത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ഐതിഹ്യവും മാത്രം അവശേഷിപ്പിച്ചു. 1963-ൽ SS മറൈൻ സൾഫർ ക്വീൻ എന്ന 524 അടി നീളമുള്ള ഒരു ടാങ്ക് ടെക്സാസിലെ തുറമുഖം വിട്ടതിനു ശേഷം അപ്രത്യക്ഷമായി. പരമ്പരാഗത വിശദീകരണങ്ങൾ പരാജയപ്പെടുമ്പോൾ
മനുഷ്യഭാവന പലപ്പോഴും അസാധാരണമായ കാര്യങ്ങളിലേക്ക് തിരിയുന്നു. പലർക്കും ബെർമുഡ ട്രയാങ്കിളിലെ വിചിത്ര സംഭവങ്ങൾ പ്രകൃതിയുടെ അപകടങ്ങളല്ല, മറിച്ച് അതിലേറെ വിചിത്രമായ എന്തോ ഒന്നാണ്. ഏറ്റവും പ്രചാരത്തിലുള്ളതും നിലനിൽക്കുന്നതുമായ ഒരു സിദ്ധാന്തം സ്വർഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അത് അന്യഗ്രഹ സന്ദർശകരുടെ ഇടപെടലാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ ആശയത്തിന്റെ വക്താക്കൾ വിശ്വസിക്കുന്നത് ഈ ത്രികോണം ഒരുതരം കവാടമാണെന്നും അന്യഗ്രഹ ജീവികൾ നമ്മുടെ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ ഇവിടെ ഒത്തുകൂടുന്നു എന്നുമാണ്. കപ്പലുകളും വിമാനങ്ങളും നശിപ്പിക്കപ്പെടുന്നില്ല, മറിച്ച് തട്ടിക്കൊണ്ടു പോകപ്പെടുന്നു എന്നാണ് അവർ വാദിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഉദ്ദേശങ്ങൾക്കായി അവയെ എടുത്ത് മാറ്റപ്പെടുന്നു. അന്യഗ്രഹ ബഹിരാകാശ വാഹനങ്ങൾക്കോ UFAകൾക്കോ ത്രികോണത്തിലെ സമുദ്ര കിടങ്ങുകളിൽ ആഴത്തിൽ മറിഞ്ഞിരിക്കുന്ന അന്തർവാഹിനി താളങ്ങൾ ഉണ്ടായിരിക്കാമെന്നും ഈ ആശയം പറയുന്നു. ഈ രഹസ്യ സ്ഥലങ്ങളിൽ നിന്ന് അവർ മനുഷ്യരെയും സാങ്കേതിക വിദ്യകളെയും പിടിച്ചെടുക്കാൻ പുറത്തുവരുന്നു. ഈ പ്രദേശത്തെ സാക്ഷികൾ ആകാശത്ത് വേഗത്തിൽ ചലിക്കുന്ന വിചിത്രമായ വെളിച്ചങ്ങളെക്കുറിച്ചും തിരമാലകൾക്കടിയിൽ അസാധ്യമായ വേഗത്തിൽ ചലിക്കുന്ന മുങ്ങിയ വസ്തുക്കളെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഉൽക്കകളോ നാവിക പരീക്ഷണങ്ങളോ അല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് അവശിഷ്ടങ്ങളൊന്നും ശേഷിപ്പിക്കാതെ പെട്ടെന്നുള്ളതും പൂർണ്ണവുമായ തിരോധാനങ്ങൾ ഒരു അപകടം മൂലമല്ല, മറിച്ച് വേഗത്തിലുള്ള തട്ടിക്കൊണ്ടുപോകലാണ് എന്ന് വാദിക്കാൻ ഇത് സഹായകമാകുന്നു. മറ്റൊരു കൂട്ട സിദ്ധാന്തങ്ങൾ അതിമാനുഷിക ലോകത്തെക്കുറിച്ചുള്ളതാണ്. ബെർമുഡ ട്രയാങ്കിൾ മറ്റൊരു മാനത്തിലേക്കുള്ള കവാടമാണെന്ന് അവർ പറയുന്നു. ഒരുപക്ഷെ നമ്മുടെ ലോകവും മറ്റൊരു ലോകവും തമ്മിലുള്ള തിരശീല അസാധാരണമാംവിധം നേർത്ത ഒരു സ്ഥലമാകാം ഇത്. ഇടയ്ക്കിടെ തുറക്കുന്ന ഒരു കോസ്മിക് വാതിൽ പോലെ. തെറ്റായ സമയത്ത് അശ്രദ്ധമായി കടന്നുപോകുന്ന ഒരു കപ്പലിനോ വിമാനത്തിനോ ഈ തുറസിലൂടെ തെന്നിമാറാനും തിരിച്ചു വരാൻ കഴിയാത്ത ഒരു തികച്ചും വ്യത്യസ്തമായ യാഥാർത്ഥ്യത്തിൽ എത്താനും സാധ്യതയുണ്ട്. ദുരിത സന്ദേശങ്ങളോ അവശിഷ്ടങ്ങളോ ഇല്ലാത്തതിൻ്റെ കാരണം ഇത് വിശദീകരിക്കുന്നു. കപ്പലുകൾ നശിപ്പിക്കപ്പെടുന്നില്ല, അവ മറ്റെവിടെയോ ആണെന്ന് മാത്രം. ഈ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും റൊമാൻറ്റികവും പുരാതനവുമായ ഒന്ന് അറ്റ്ലാന്റിക്സ് എന്ന നഷ്ടപ്പെട്ട നഗരത്തെക്കുറിച്ചുള്ളതാണ്. ഐതിഹ്യമനുസരിച്ച് ഈ പുരോഗമിച്ച നാഗരികതയ്ക്ക് വലിയ ഊർജ്ജ സ്ഫടികങ്ങളാണ് ശക്തി നൽകിയിരുന്നത്. അറ്റ്ലാന്റിസ് തിരമാലകൾക്കടിയിലേക്ക് താഴ്ന്നതിന് ശേഷവും ഈ ശക്തമായ സ്ഫടികങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ സജീവമായി തുടർന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു. അന്യഗ്രഹ ജീവികളെയും നഷ്ടപ്പെട്ട നഗരങ്ങളെയും കുറിച്ചുള്ള കഥകൾ ഭാവനയെ കീഴടക്കുന്നു. ശാസ്ത്രജ്ഞരും നാവികരും കൂടുതൽ അടിസ്ഥാനപരമായ വിശദീകരണങ്ങൾക്കായി ഭൂമിയിലേക്കും ആകാശത്തേക്കും നോക്കുന്നു. ബെർമുഡ ട്രയാങ്കിൾ എല്ലാറ്റിനും ഉപരിയായി അങ്ങേയറ്റം അസ്ഥിരമായ പ്രകൃതി പ്രതിഭാസങ്ങളുള്ള സ്ഥലമാണ്. ഏറ്റവും ആകർഷകമായ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളിലൊന്ന് സമുദ്രാടിത്തട്ടിലെ ജലയോജിത വാതകങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മീഥേൻ വാതകത്തിന്റെ വലിയ ശേഖരത്തെക്കുറിച്ചുള്ളതാണ്. ഈ തണുത്ത സംയുക്തങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി സ്ഥിരമായി തുടരാം. എന്നാൽ താപനിലയിലോ മർദ്ദത്തിലോ ഉള്ള ഒരു മാറ്റം, ഒരു ചെറിയ വെള്ളത്തിനടിയിലെ മണ്ണിടിച്ചിൽ പോലും അവ വേഗത്തിൽ അസ്ഥിരമാകാൻ കാരണമാകും. വലിയ അളവിലുള്ള മീഥേൻ പെട്ടെന്ന് സമുദ്രാടിത്തട്ടിൽ നിന്ന് പുറത്തു വന്നാൽ അത് മുകളിലുള്ള വെള്ളത്തിലേക്ക് വലിയ അളവിൽ വാതക കുമിളകൾ പുറത്തുവിടും. ഈ പ്രക്രിയ വെള്ളത്തിൻ്റെ സാന്ദ്രതയെ അതിവേഗം കുറയ്ക്കും. അങ്ങനെയുള്ള പ്രദേശത്തിന് മുകളിലൂടെ പോകുന്നൊരു കപ്പലിന് അതിൻ്റെ പ്ലവക്ഷമത തൽക്ഷണം നഷ്ടപ്പെടുകയും ഒരു കല്ലുപോലെ മുങ്ങുകയും ചെയ്യും. ഒരു ദുരിത സൂചന പോലും അയക്കുന്നതിന് മുമ്പ് അതിന് ആഴങ്ങളിലേക്ക് മുങ്ങാൻ കഴിയും. വാതകമേഘം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നാൽ ഒരു വിമാനത്തിൻ്റെ എഞ്ചിൻ തീപിടിച്ച് ഒരു പെട്ടെന്നുള്ള സ്ഫോടനത്തിന് കാരണമാകുന്ന ഒരു വളരെ എളുപ്പത്തിൽ തീപിടിക്കുന്ന മിശ്രിതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പ്രദേശത്തെ കാലാവസ്ഥ മറ്റൊരു പ്രധാന ഘടകമാണ്. ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകൾ രൂപം കൊള്ളുന്ന അറ്റ്ലാന്റിക്കിന്റെ ഭാഗമായ ഹരിക്കൻ അലിയിൽ ബെർമുഡ ട്രയാങ്കിൾ കൃത്യമായി സ്ഥിതി ചെയ്യുന്നു. ഗൾഫ് സ്ട്രീമിലെ ചൂടുവെള്ളം പ്രവചിക്കാൻ ബുദ്ധിമുട്ടുള്ള സൂക്ഷ്മ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ആധുനിക കാലത്ത് ഉപഗ്രഹ സാങ്കേതിക വിദ്യ, നൂതന സമുദ്രശാസ്ത്രം, സൂക്ഷ്മമായ ഡാറ്റ വിശകലനം എന്നിവയുടെ സഹായത്തോടെ ഈ രഹസ്യം യഥാർത്ഥത്തിൽ ഒരു കെട്ടുകഥയാണെന്നാണ് പൊതുവായ അഭിപ്രായം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോസ്റ്റ് ഗാർഡ് ബെർമുഡ ട്രയാങ്കിളിനെ അപകടകരമായ ഒരു പ്രത്യേക പ്രദേശമായി കണക്കാക്കുന്നില്ല. ദേശീയ സമുദ്ര അന്തരീക്ഷ ഭരണകൂടവും ഇത് അംഗീകരിക്കുന്നില്ല. മറ്റ് വലിയ തിരക്കേറിയ സമുദ്ര പ്രദേശങ്ങളെക്കാൾ കൂടുതൽ തവണ ഇവിടെ തിരോധാനങ്ങൾ സംഭവിക്കുന്നു എന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് അവർ പറയുന്നു. ഐതിഹ്യങ്ങളുണ്ടാക്കിയ പ്രശസ്തമായ കേസുകൾ ഗവേഷകരും സ്ഥിതിവിവര ശേഖകരും വീണ്ടും പരിശോധിച്ചു. പല കഥകളും അതിശോക്തിപരമാണെന്നും ചിലത് വളച്ചൊടിച്ചതാണെന്നും അവർ കണ്ടെത്തി. ശാന്തമായ കാലാവസ്ഥയെ കാണാതായതായി റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ട ചില കപ്പലുകൾ വാസ്തവത്തിൽ ശക്തമായ ചുഴലിക്കാറ്റുകളുടെ പാതയിലേക്ക് പ്രവേശിച്ചിരുന്നു. മറ്റ് ചില സംഭവങ്ങൾ ത്രികോണത്തിന്റെ അംഗീകരിക്കപ്പെട്ട അതിരുകൾക്ക് വളരെ പുറത്താണ് സംഭവിച്ചത്. പക്ഷേ ഈ പ്രതിഭാസം കൂടുതൽ വ്യാപകമാണെന്ന് തോന്നിപ്പിക്കാൻ അവ ഉൾപ്പെടുത്തി. ചില സന്ദർഭങ്ങളിൽ നിഗൂഢമായി കാണാത്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കപ്പലുകൾക്ക് പിന്നീട് മെക്കാനിക്കൽ പ്രശ്നങ്ങളോ അപകടകരമായ ചരക്കുകളോ ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി. 1975 തൻ്റെ പുസ്തകത്തിനായി ഈ പ്രതിഭാസത്തെക്കുറിച്ച് വിശദമായ ഗവേഷണം നടത്തിയ ഒരു ലൈബ്രറിയനും പൈലറ്റുമായ ലാറി കുഷി അക്കാലത്തെ പത്രലേഖനങ്ങൾ, കാലാവസ്ഥാ റിപ്പോർട്ടുകൾ, നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെ ഔദ്യോഗിക രേഖകൾ എന്നിവ പോലെയുള്ള പ്രാഥമിക സ്രോതസ്സുകളിലേക്ക് സൂക്ഷ്മമായി തിരിഞ്ഞുപോയി. പല എഴുത്തുകാരും വസ്തുതകൾ പരിശോധിക്കാതെ തന്നെ പഴയ കഥകൾ ആവർത്തിച്ചതായി അദ്ദേഹം കണ്ടെത്തി. യാത്രക്കാരുടെ വലിയ തിരക്കും അസ്ഥിരമായ കാലാവസ്ഥയും കണക്കിലെടുക്കുമ്പോൾ അപകടങ്ങളുടെ എണ്ണം അസാധാരണമായി ഉയർന്നതല്ലെന്ന് അദ്ദേഹം വാദിച്ചു.
അശ്രദ്ധമായ ഗവേഷണവും അത്ഭുതങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ താല്പര്യവുമാണ് ഈ ഐതിഹ്യം നിർമ്മിച്ചതെന്ന് അദ്ദേഹം വാദിച്ചു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.